ലോകത്ത് ഒരു ശക്തിക്കും ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനയെ അവഹേളിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വെറുപ്പ് വളർത്താൻ കോൺഗ്രസ് നിയമനിർമ്മാണം പോലും നടത്തി. അതിനുദാഹരണമാണ് വഖഫ് ബോർഡെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് തടിച്ചുകൂടിയ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരവധി ഭൂമിയാണ് വഖഫ് കൈവശപ്പെടുത്തിയത്. ഭരണഘടനയിൽ വഖഫിന് വേണ്ടി വ്യവസ്ഥയുണ്ടായിരുന്നില്ല. കോൺഗ്രസാണ് വഖഫിന് അമിതാധികാരം നൽകിയത്. കോൺഗ്രസ് കുടുംബത്തിന് വോട്ട് ബാങ്ക് നിലനിർത്താനുള്ള ഉപകരണം മാത്രമായിരുന്നു വഖഫ്. വിഘടന രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റേത്. വിദേശ വേദികളിൽ എത്തുമ്പോൾ മാതൃരാജ്യത്തെ അധിക്ഷേപിക്കാനും ഇകഴ്ത്തി കാണിക്കാനുമാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കർണാടക, തെലങ്കാന, ഹിമാചൽ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസ് സർക്കാർ വഞ്ചിക്കുന്നതെന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മനസ്സിലാക്കി. പഞ്ചാബിലും ഇത് പ്രതിഫലിക്കും. ഈ രാജ്യത്തിന് ഒറ്റ ഭരണഘടന മതി. അത് ബാബാ സാഹേബ് അംബേദ്കറുടെ ഭരണഘടനയാണ്. അതാണ് ഭാരതത്തിന്റെ ഭരണഘടന. ഈ രാജ്യത്തിന് 2 ഭരണഘടന വേണമെന്ന് വാദിക്കുന്നവരെ ഭാരതീയർ പുറത്താക്കും, നിരാകരിക്കും. അതാണ് മഹാരാഷ്ട്ര നൽകുന്ന സന്ദേശം. ജമ്മു കാശ്മീരിൽ വീണ്ടും ആർട്ടിക്കിൾ 370 തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും സഖ്യകക്ഷികളും. അതൊരിക്കലും നടപ്പിലാവില്ലെന്ന് കോൺഗ്രസിനോട് ആണയിട്ട് പറയുന്നതാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.